പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന ഡൊണാൾഡ് ട്രംപ് ഫോണിലൂടെയാണ് ആശംസകൾ അറിയിച്ചത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, വ്യാപാരവുമായി ബന്ധപ്പെട്ട യുദ്ധം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് തന്നെ പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണം നമുക്കറിയാവുന്നതാണ്, കാലങ്ങളായി തുടർന്നിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇല്ലായിരുന്നു. പകരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനം നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനം വരുന്നത്. ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ട്രംപ്. അതുമാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള സംഘം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 6ാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കാൻ പോവുകയാണ്. താരിഫ് നയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ അടുത്ത കാലത്ത് ഇടഞ്ഞു നിന്നിരുന്നത്. ആ താരിഫ് ഇന്ത്യക്ക് മേൽ 50% വലിയ താരിഫ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തുകയും ആ താരിഫുമായി ഒത്തുപോകാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആ രൂപത്തിൽ, നയതന്ത്ര ബന്ധവും വ്യാപാര ബന്ധവും ആ രൂപത്തിൽ ഇല്ലാതാവുകയും രണ്ട് രാഷ്ട്രതലവന്മാരും രണ്ടുപേരും വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് നമുക്കറിയാം. മൈ ഫ്രണ്ട് എന്നായിരുന്നു രണ്ടുപേരും തമ്മിൽ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നത്. ആ ബന്ധം പൂർണ്ണമായി ഇല്ലാതായിരുന്ന അവസ്ഥയാണ് കഴിഞ്ഞ 2 മാസമായി തുടർന്നു പോന്നിരുന്നത്. അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ഇപ്പോൾ ട്രംപ് ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹം പിറന്നാൾ ആശംസകൾ നേരുന്നു. തിരിച്ച് ഉടൻ തന്നെ മോദിയുടെ മറുപടി വരുന്നു. ആശംസകൾക്ക് നന്ദി. അത് മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആഗോള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്, തുടരാൻ പോവുകയാണ്. അതിന് അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ ആശംസ തുടക്കമാകട്ടെ എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും രണ്ട് രാഷ്ട്രതലവന്മാരും തമ്മിലുള്ള ബന്ധം ഈ പിറന്നാൾ ആശംസകൾ നേരുന്നതുകൊണ്ട് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ട്രംപ് മോദിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. തിരിച്ച് അദ്ദേഹത്തിന്റെ മറുപടി സന്ദേശത്തിൽ കൂടുതൽ ആശംസകൾക്ക് നന്ദി. അത് മാത്രമല്ല, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തമാകാൻ പോകുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയും യു എസും ചേർന്നുള്ള ആഗോള ബന്ധം ലോകത്ത് വലിയ ശക്തിയായി മാറുമെന്നുകൂടി മോദി തിരിച്ചുള്ള മറുപടി സന്ദേശത്തിൽ അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്ന സൂചനയാണ് ഈ പിറന്നാൾ ആശംസകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.